Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Jamanur International Jewelers, traditionally trusted for 162 years. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിന്റെ ഭാഗമായുള്ള കാർണിവൽ കവിതാ പുരസ്കാരം പി രാമചന്ദ്രന് സമ്മാനിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവൽ 9ാം പതിപ്പിനോടനുബന്ധിച്ചാണ് മലയാള നാട് വെബ് ജേണലിന്റെ ആഭിമുഖ്യത്തിൽ കാർണിവൽ കവിതാ പുരസ്കാരം നൽകുന്നത്. പി രാമചന്ദ്രന്റെ കവിതകൾ എന്ന സമാഹാരമാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കാവ്യ സമാഹാരങ്ങളിൽ നിന്നും മലയാള കാവ്യഭാവുകത്വത്തെ നവീകരിക്കുകയും വ്യത്യസ്തമായി അടയാളപ്പെടുത്തുകയും ചെയ്ത ഒരു സമാഹാരത്തിനാണ് പുരസ്കാരം തീരുമാനിച്ചിരുന്നത്. എഴുത്തുകാരിൽ നിന്നും കവിത വായനക്കാരിൽ നിന്നും സ്വീകരിച്ച നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പി രാമചന്ദ്രന്റെ കവിതകൾ ജൂറി തിരഞ്ഞെടുത്തത്. കാർണിവൽ വേദിയിൽ വെച്ച് KC നാരായണൻ പുരസ്കാരം സമ്മാനിച്ചു. VK സുബൈദ, HK സന്തോഷ്, അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. പി രാമചന്ദ്രൻ മറുപടി പ്രസംഗവും നടത്തി. എനിക്ക് ലഭിച്ച പുരസ്കാരങ്ങളിൽ ഏറ്റവും ഹൃദ്യമായ പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാർണിവലിൽ ഇപ്പോൾ ഞാൻ സ്വീകരിച്ച ഈ പുരസ്കാരമാണ്. ഞാൻ എഴുതി തുടങ്ങുന്ന കാലം മുതൽ തന്നെ എഴുതിയതൊക്കെ പബ്ലിഷ് ചെയ്യാനും പബ്ലിഷ് ചെയ്തതൊക്കെ പിന്നീട് മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിലാണ് പ്രസിദ്ധീകരിച്ചതും പിന്നീട് മെയിൻ സ്ട്രീം പബ്ലിഷേഴ്സ് അത് പുസ്തകമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പുരസ്കാരങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഹൃദ്യമാകുന്നതിന് കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് ആറ്റൂർ മാഷിന്റെ ഒരു വരിയാണ് ഇപ്പോൾ ഇത് സ്വീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്. സദ്യയ്ക്ക് മുന്നിൽ വിശന്നവൻ പോലെയോ വേളിയരങ്ങിൽ വധുവെന്ന പോലെയോ സമ്മാനിതനാം ചെറു കവി പോലെയോ ഒന്ന് പകച്ചു എന്നാലും സുഖിച്ചു താൻ. സമ്മാനിതനാം ചെറു കവി പോലെയോ ഒന്ന് പകച്ചു എന്നാലും സുഖിച്ചു. ഒരു പകപ്പുമുണ്ട്, അതേസമയം ഒരു കൗതുകവും ഉണ്ട്. പിന്നെ പ്രധാന കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് കവിതയുടെ കാർണിവൽ എന്നുള്ള ഈ ഒരുപക്ഷെ കേരളത്തിൽ നിരവധി ഫെസ്റ്റിവലുകളുണ്ട്. ഫിലിം ഫെസ്റ്റിവലുകളുണ്ട്, ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലുണ്ട്, ബിനാലെ പോലുള്ള വലിയ അന്തർദേശീയ ആഘോഷങ്ങളുണ്ട്. പക്ഷെ കവിതയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ പട്ടാമ്പി കോളേജിലെ ഈ ഉത്സവം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് മലയാളത്തിലെ ഏത് തലമുറയിൽപ്പെട്ട കവികളും ഈ ക്യാമ്പസിനോട് ആ കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ആശയം സന്തോഷ് മാഷിന്റെ അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഒരു ആശയം ഇത് വലിയൊരു സംഭവമായിരുന്നു. അപ്പൊ അതിന്റെ തുടക്കം മുതൽ അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്.